ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ആണ്. നമുക്കൊരു കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ് കോഡൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഒരുമിച്ച് മണ്ണാർക്കാട് പോയി. ബാക്കി അവിടുന്ന് ഇവിടുന്ന് ഉള്ളവരൊക്കെ അങ്ങനെ കടയ്ക്ക് വന്നിട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ബസ്സിലാണ് കേട്ടോ പോയത്. ബസ്സിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഈ ഒരു കമ്പി എപ്പോഴും വേണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ വീഴാൻ പോകും. എനിക്ക് കമ്പി കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് മേലേക്ക് ശരിക്കും എത്തൂല. അപ്പം ഇങ്ങനെ വീഴാൻ പോകും. അപ്പോൾ ആ കമ്പി എനിക്ക് മസ്റ്റാണ്. ഫസ്റ്റിൽ കയറിയത് സാമിയാണ് കേട്ടോ. അറിയാലോ, സാമിയിൽ കയറാതെ നമുക്കൊരു ഡ്രസ്സ് എടുക്കലില്ല. മണ്ണാർക്കാട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സാമി കയറിയിട്ട് അവിടെ ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ ഇറങ്ങുള്ളൂ. സാമിയിൽ നല്ല നല്ല കോട്ടന്റെ ചുരിദാർ സെറ്റൊക്കെ വന്നിട്ടുണ്ട്. വാങ്ങാൻ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കോ. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഞങ്ങൾ നോക്കുന്നത് മെറ്റീരിയൽ ആണ്. പക്ഷെ സാമിയിൽ ഞങ്ങൾ ഉദ്ദേശിച്ച മെറ്റീരിയൽ ഇല്ല എന്ന് അറിഞ്ഞതിന്റെ ശരിയാണ് കേട്ടോ കാണുന്നത്. സാമിയിൽ എപ്പോൾ ആയിട്ടില്ലെങ്കിലും എങ്ങനെയെങ്കിലും അത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കൂട്ടോ. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് അർജന്റ് ഉണ്ടായിരുന്നു. ഇത് സ്റ്റിച്ച് ചെയ്യുകയും കൂടി വേണ്ട. അപ്പോൾ മെറ്റീരിയലാണ് ഞങ്ങൾ നോക്കുന്നത്. നേരെ പരാഗക്ക് വിട്ടുട്ടോ. എപ്പോഴാണെങ്കിലും മെറ്റീരിയൽ എടുക്കുന്ന ടൈമിൽ ഫസ്റ്റ് പരാഗിൽ കയറാതെ ഫസ്റ്റ് ഒന്ന് സാമിയിൽ കയറി നമുക്ക് വേണ്ട മെറ്റീരിയൽ ഉണ്ടോ റേറ്റ് ഒക്കെ ചോദിച്ചിട്ട് പിന്നെ പരാഗിൽ കയറാൻ വേണ്ടി നോക്കട്ടെ. കാരണം പരാഗിൽ നല്ല റേറ്റും ഉണ്ടാവും, ഒട്ടും ഡിസ്കൗണ്ട് പോലും തരൂല്ല കേട്ടോ. ഞങ്ങൾ പരാഗിൽ കയറി സെലക്ട് ചെയ്യുന്ന ആ ടൈമിൽ വെള്ളിയാഴ്ച ആണപ്പോൾ കട അടക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി 1:30 കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടോ. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് ഉണ്ടല്ലോ. നേരെ മുല്ലാസിൽ കയറി ഞങ്ങൾ. മുല്ലാസിലും ഞങ്ങൾ നോക്കിയ മെറ്റീരിയൽ ഇല്ല. അവിടെ നിന്നും ഇറങ്ങിട്ടോ. പിന്നെ 1:30 വരെ നമുക്ക് സമയം പോകണം. നേരെ വർണ്ണത്ത് പോയി. വർണ്ണം എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് ഏതെടുത്താലും 999 എന്ന കടല്ലേ, അതിലാണ് കേട്ടോ. മെറ്റീരിയലും ഉണ്ടെന്നാണ് വന്നാണ്. ഇതാണ് മെറ്റീരിയൽ. സംഭവം ഞങ്ങൾ ചോദിച്ച മെറ്റീരിയലും കളറും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പരാഗിൽ ചോദിച്ചതിലേറെ 90 രൂപയാണ് നമുക്ക് വർണ്ണത്തിലധികം വന്നത്. 10, 20, 30 രൂപയുടെ വ്യത്യാസം കടകൾ തമ്മിൽ മാറുമ്പോൾ കണ്ടുക്കുന്നു. പക്ഷെ 90 രൂപയുടെ വ്യത്യാസം ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ്. ഇനി നേരത്തെ നോക്കിയത് ക്വാളിറ്റി കുറവാണ്, അത് ഉണ്ടാവും അങ്ങനെ ചിന്തിക്കേണ്ട. കാരണം ഏറ്റവും നല്ല ക്വാളിറ്റി നമ്മൾ നേരത്തെ നോക്കിയതായിരുന്നു. വർണ്ണത്തിലുള്ളത് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞതായിരുന്നു കേട്ടോ. 1:30 വരെ പരാഗിന് വേണ്ടി നമ്മളവിടെ വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാനും ഇവമ്മോളും വെറുതെ കടയിലൊക്കെ ഒന്ന് പോയി അവൾക്ക് പാമ്പരയൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ നേരെ നമ്മൾ പരാഗക്ക് പോയി. കാരണം നമുക്ക് എത്രയോ നടക്കാനുണ്ട്. നമ്മൾ ഇവിടുന്ന് പരാഗിന്ന് നമ്മൾ വർണ്ണം അവിടെ ഇല്ലായിട്ട് നമ്മൾ മാനസ വരെ പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ നടക്കാൻ പോയില്ല കേട്ടോ. പരാഗ് എപ്പോഴാണ് തുറക്കണമെന്ന് വെച്ചെങ്കിൽ അപ്പോൾ പോകാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്നു. കുറച്ച് നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ നമ്മൾ നേരെ നടക്കാൻ തുടത്തി. ചെറുതായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്ന് പരാഗ് തുറക്കണ ടൈം ആയപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ എത്തി. വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് അവൾക്ക് ജുമ ഉള്ളതുകൊണ്ട് ഓല കട ക്ലോസ് ചെയ്ത് ജുമ കഴിഞ്ഞാൽ ആ കറക്റ്റ് ടൈമിൽ തന്നെ തുറക്കുകയും ചെയ്തിട്ടോ. പിന്നെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം എങ്ങനെയാണ്, പരാഗിൽ പോയി കഴിഞ്ഞാൽ പരാഗിലുള്ള ആൾക്കാർക്ക് നമ്മൾ അവിടുന്ന് മെറ്റീരിയൽ എടുത്തോളണമെന്ന് നിർബന്ധമൊന്നും ഇല്ലാത്ത മാതിരിയാണ് കേട്ടോ പെരുമാറ്റം. കാരണം അവൾക്ക് അല്ലാതെ തന്നെ നല്ല കസ്റ്റമറും നല്ല കച്ചവടവും കിട്ടുന്നുണ്ട്. പിന്നെ 1-2 ആൾക്കാർ അങ്ങനെ പോയാലും അവൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇത്രയും ആൾക്കാർക്ക് ഡ്രസ് കോഡിനാണെന്ന് പറഞ്ഞിട്ടും ഓല അത്ര വലിയ മൈൻഡൊന്നും ഉണ്ടായില്ല കേട്ടോ. അവൾക്ക് ഭയങ്കര ജാടയും കൊടുത്ത് തരാനൊക്കെ. എന്നാൽ നമുക്ക് സെലക്ട് ചെയ്യുന്നതിന് പ്രശ്നമോ നമുക്ക് എന്തെങ്കിലും എടുത്തരുന്നതിന് പ്രശ്നമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് അങ്ങനെ തോന്നൂലേ, സാമിയക്കാരൊക്കെ ആണെങ്കിൽ നമ്മളങ്ങനെ തലയിൽ കയറ്റി വെച്ചിട്ട് ആ കാര്യം കൊണ്ടുനടന്നുകൊണ്ട് ഓരോന്ന് കാണിച്ചു തരും എന്നൊക്കെ ചെയ്യാം. ഇവർക്ക് അങ്ങനെയൊന്നുമല്ല. അവർ വേണമെങ്കിൽ എടുത്തോട്ടെ അല്ലെങ്കിൽ വേണ്ട, ആ ഒരു ടൈപ്പ് ആൾക്കാരാണ് കേട്ടോ. ഞാനിപ്പോൾ 1-2 ഡ്രസ് കോഡിന് അവിടേക്ക് പോയ ആ ഒരു അനുഭവത്തിൽ പറയണ്ട. വേറെ ആർക്കൊക്കെ ഫീൽ ആയി എന്ന് എനിക്കറിയില്ല. പക്ഷെ മോശമായിട്ട് പറയല്ല. ഓർക്ക് നമ്മൾ 10-15 ആൾക്കാർ എടുത്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അവൾ വലിയ വലിയ ബ്രൈഡൽ ഷോപ്പിനൊക്കെയാണ് ഫുള്ളായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ കിട്ടാതെ ഇറങ്ങേണ്ടി വരുമല്ലോ കേട്ടോ. ഏത് തരം മെറ്റീരിയലും ആണെങ്കിലും ലേസ് എന്താ പഠിച്ച് കിട്ടും. ഇതിൻ്റെ ഒരു ലോകം തന്നെയാണ് അവിടെ. താത്താൻ്റെ ഷോപ്പിങ്ങും ബില്ലടക്കലൊക്കെ കഴിഞ്ഞ് താത്ത പോവാണ് കേട്ടോ. കാരണം ആൾ അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. ആറ്റാശ്ശേരിയിൽ നിന്ന് അവിടെ എത്തേണ്ടത്. അപ്പം അങ്ങനെ തിരിച്ചു പോയി. മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നതിലേറെ നമുക്ക് കൺഫ്യൂഷനും സമയമൊക്കെ വന്നത് എന്തിനാണെന്ന് അറിയോ, ഈ ഒരു ലേസും സംഭവമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോഴും നമുക്ക് തയ്ച്ച് കിട്ടിയിട്ടില്ല. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടും ബാക്കി വാങ്ങാൻ വേണ്ടി കിടക്കുക. ലേസൊന്നും പിന്നെ നമ്മൾ ഡ്രസ് കോഡല്ലേ ഒരേപോലെ വേണമെന്നുള്ള വാശിയില്ല കേട്ടോ. കാരണം എങ്ങനെ കിട്ടണോ അതേപോലെ നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് ഇതേപോലെയൊക്കെയാണെന്നുള്ളത് എല്ലാവരോടും അങ്ങനെ ചർച്ച ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ലേസുകൾ വെക്കുക. അങ്ങനെയാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞൊരു ഫുഡ് കഴിക്കാൻ കാറിലോ വെള്ളം കുടിക്കാൻ കാറിലോ ഉണ്ടായിരുന്നു. പക്ഷെ അത് പറ്റിയില്ല കേട്ടോ. അമ്മ സ്കൂളിൽ വരാനായി എന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കിട്ടിയ ബസ്സിൽ കയറി പോന്നു. കോട്ടപ്പാടത്തെ ഈ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഒന്ന് മാളിക്കുന്ന് പോയിട്ടോ. മാളിക്കുന്ന് വന്നിട്ട് ഇതാ നേരെ കോട്ടപ്പാടത്ത് നിന്ന് ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. കാരണം പൂമോള് വന്നിട്ട് നമ്മൾ സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. അപ്പോൾ ഫുഡ് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് കയറിയ കടയിലില്ല കേട്ടോ. അവിടുന്ന് തൊട്ടപ്പുറത്തെ കടയിൽ പോയി ബിരിയാണിയൊക്കെ വാങ്ങി. പിന്നെ വീട്ടിൽ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയും പോയി വെച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ എന്തായാലും ഉച്ചക്കത്തെ ഫുഡിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഫുഡ് കഴിക്കുന്ന വീഡിയോ അങ്ങനെ ഒന്നുമില്ല. ചെറിയൊരു ലോങ് വീഡിയോ ആണ്. സത്യം പറഞ്ഞപ്പോൾ വീഡിയോ എടുക്കാനും വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ ചെറിയൊരു മടി തുടത്തിയ പോലെ കേട്ടോ. കാരണം ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഷോപ്പിങ്ങിന് പോയതിലും കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് കൊണ്ടോ. അപ്പോൾ അതായത് സ്പെഷ്യൽ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്നത്. ചിക്കൻ പൊരിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിരുന്ന് നല്ല രീതിക്ക് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.